ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെമ്പരത്തിയും അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാം. അതായത് ഒരു പരിധി വരെ നമുക്ക് സേഫായിട്ട് എത്തുമെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് പ്ലാന്റുകൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളെ വള്ളി റോസാണ്. വള്ളി റോസ് വീണ്ടും ഫ്ലവർ ചെയ്ത് നിൽക്കുവാണ്. ഇന്ന് ഇപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട വള്ളി റോസിൻ്റെ പൂക്കളാണ് ഈ കാണുന്നവ. ഇതിൻ്റെ തൈകൾ 2 പ്ലാന്റ് 200 രൂപയാണ്. ഇത് 2 പ്ലാന്റ് എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഒരെണ്ണം ഡാമേജ് വന്നാലും ഒരെണ്ണം അവിടെ സേഫായിട്ട് കിട്ടണം, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ 2 പ്ലാന്റ് ഒരുമിച്ച് തന്നെ സേഫായിട്ട് വരുന്ന പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡിൽ പെട്ടെന്ന് പടത്തിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ലെയർ ചെയ്ത പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളാണ് കവറിനകത്തുള്ള പ്ലാന്റിനെ ഇളക്കിയിട്ടാണ് പാക്ക് ചെയ്ത് അയക്കുന്നത്. പിന്നെ വരുമ്പോൾ തന്നെ ഈ പ്ലാന്റുകൾ സേഫായിട്ട് കുറച്ച് ഫംഗിസൈഡ് അടിച്ചിട്ട് വേണം വീട്ടിലോട്ട് കയറ്റാനായിട്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്ന വെറൈറ്റികളാണ്. 5 വെറൈറ്റി, നമുക്ക് ഏകദേശം ഒരു 190 വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. ഫംഗസിൻ്റെ പ്രശ്നം കൊണ്ടാണ് കുറേ പ്ലാന്റുകൾ നമ്മളിൽ നിന്ന് നശിച്ചു പോയത്. എങ്കിലും ഇത്രയും നല്ല വെറൈറ്റി, ഇതെന്ന് പറയുന്നത് വൈസ്രോയ് വെറൈറ്റിയാണ്. ഇതിനും 80 രൂപയിട്ടാണ് നമ്മൾ തരുന്നത്. മിനിയേച്ചർ ടൈപ്പാണ്, നിറച്ച് പൂ പിടിക്കുന്ന വെറൈറ്റിയാണ് ഈ വൈസ്രോയ് എന്ന് പറയുന്ന വെറൈറ്റി. അതേപോലെ തന്നെ ഇത് വയലറ്റ് മുല്ലയാണ്. വയലറ്റ് മുല്ലയ്ക്ക് 50 രൂപയാണ് വിലയിടുന്നത്. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നല്ല വെയിൽ കൊടുക്കുക, വെള്ളം കുറച്ച് മതി, നിറച്ച് പൂക്കുന്ന വെറൈറ്റിയാണ് വയലറ്റ് മുല്ല. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ തന്നെ ഫംഗസിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അധികം വരുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. അതേപോലെ തന്നെ സെമി ഷെയ്ഡ് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന യെല്ലോ പാമാണ് ഈ കാണുന്നത്. അത് ഒരു കവറിനകത്ത് തന്നെ ഏകദേശം ഒരു 4 തൈ 5 തൈ വീതമാണ് ഉള്ളത്. അതിനെ ഇളക്കിയിട്ട് പാക്ക് ചെയ്ത് അയച്ചു തരും. അതിന് 100 രൂപയാണ് വില. അതാണ്ട് ഇപ്പോൾ ഏകദേശം 3, 2, 5 തൈ അതിനകത്ത് തന്നെ ഉണ്ട്. എന്നാലും ഇത് സ്പ്ലിറ്റ് ചെയ്യരുത്. ഇത് വലിയൊരു ചട്ടിക്കകത്ത് പ്ലാന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെമി ഷെയ്ഡ് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ അതാണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വൈസ്രോയ് ചെമ്പരത്തിയാണ്. ഇതിന് 80 രൂപയാണ് വില വരുന്നത്. നല്ല ഹൈബ്രിഡ് വെറൈറ്റീസും ഒക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇത് ഭദ്രകാളി തെറ്റി എന്നറിയപ്പെടുന്ന റെഡ് തെറ്റിയാണ്. ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് തൈക്ക് റെഡ് കളറാണ്. 80 രൂപയാണ് തൈക്ക് വില വരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ നല്ല രസമായിട്ട് ബുഷായിട്ട് നിന്ന് പൂക്കുന്ന വലിയ കൊടത്തെറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിന് 170 രൂപ തൈക്ക് വിലയാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. നമുക്ക് സെമി ഷെയ്ഡ് ഏരിയയിലും അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെച്ചാലും മഴ ഇതിനൊരു പ്രശ്നമുണ്ട്. മഴവെള്ളം വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, മാസത്തിൽ ഒരിക്കൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈ അവൈലബിൾ ആണ്. ഇപ്പം 100 രൂപയാണ് വില വരുന്നത്. ഇത് ഡാർക്ക് റെഡ് കളറാണ്. കപ്പ് വന്നിട്ടൊരു ബ്ലാക്ക് ഷേപ്പിൽ വന്നതിന് ശേഷം അതിനകത്തൂടെ ഡാർക്ക് റെഡ് ഫ്ലവറാണ് പുറത്തു വരുന്നത്. നല്ലൊരു ഹാങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇത് പോട്ട് വെറൈറ്റിയാണ്, ആന്തൂറിയമാണ്. ഇത് 250 പ്രൈസ് വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 വെറൈറ്റി എന്ന് വെച്ചാൽ ചിലപ്പം മിക്സഡ് വെറൈറ്റീസാണ് വരുന്നത്. ഇപ്പോൾ ഒരു 500-600ഓളം പ്ലാന്റ് ഇപ്പോൾ ഇരിപ്പുണ്ട്. 4 പ്ലാന്റ് 1000 രൂപയിട്ട് കൊടുക്കുന്നു. അല്ലാതെ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 250 രൂപയ്ക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ അയച്ചു തരാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഫിലോഡെൻഡ്രൻ, അതായത് വേരിഗേറ്റഡ് ടൈപ്പ് ഫിലോഡെൻഡ്രൻ ബിർക്കിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, വേരിഗേഷൻ നല്ലപോലെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വരയും കുറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡോർ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം ബാക്കിയുള്ള ഫോർമാലിറ്റീസും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ തന്നെ കൊറിയർ ചാർജ് വന്നിട്ട് 1 കിലോയ്ക്ക് 50 രൂപയാണ് വില വരുന്നത്. DTDC വഴിയാണ് മാക്സിമം ആളുകൾക്ക് അയച്ചു കൊടുക്കാറ്. അന്നേരം ഇടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് അയക്കുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മാറ്റണം എന്നുള്ളത്. അതിനുവേണ്ടി ചെയ്യുന്നത്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമന്ന മണ്ണാണെങ്കിൽ ചുമന്ന മണ്ണ്, പുട്ടുമണ്ണാണെങ്കിൽ പുട്ടുമണ്ണ്, നാടൻ മണ്ണാണെങ്കിൽ നാടൻ മണ്ണ് ഇതെടുക്കുക. അതിനകത്ത് സ്വല്പം എല്ലുപൊടി, സ്വല്പം വേപ്പിൻ മണ്ണാക്ക്, ഏകദേശം ഒരു 2:1 റേഷ്യോ. അതായത് എല്ലുപൊടി 2 പിടി ഇടുകയാണെന്നുണ്ടെങ്കിൽ 1 പിടി വേപ്പിൻ മണ്ണാക്ക് ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം പ്ലാന്റിന് നിറയ്ക്കുക. നിറച്ചതിന് ശേഷം 2 ദിവസം 3 ദിവസം നല്ലപോലെ തണലത്ത് വെക്കുക. തണലത്ത് വെച്ചതിന് ശേഷം ത്രൂ ഔട്ട് ഒരു വെള്ളം 2 നേരം 3 നേരം വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്ത് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് ഒരു 5 ദിവസം ആവുന്ന സമയത്ത് ഇതിനെ നല്ല പൊരി വെയിൽ, എത്ര വെയിൽ കൊള്ളാവോ അത്രത്തോളം നല്ലത്.
പരമാവധി അതുപോലെ ബോക്സ് വരുന്ന സമയത്ത് ഇതിനെ ഇളക്കിയതിന് ശേഷം ഒരു ഫംഗിസൈഡ് ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പരമാവധി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡോഫിൽ M45 എന്ന് പറഞ്ഞ പൊടിയാണ്. ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ 1 സ്പൂൺ ഇടുക, നല്ല വൃത്തിയാവണ്ണം കലക്കുക, അതിനുശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് എൻ്റെ ചെടി എന്നല്ല, എവിടെ നിന്ന് പ്ലാന്റ് പുതിയത് വന്നാലും അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വെക്കുന്നതാണ് നല്ലത്. കാര്യം അഥവാ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ചെടിയിലേക്ക് അത് ബാധിക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വെച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ എഴുതി അറിയിക്കുക. ഇതേപോലെ വരും ദിവസങ്ങളിലും വേറെ വേറെ വീഡിയോസും അതേപോലെ തന്നെ പുതിയ ലോഡ് വരുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. അന്നേരം നിങ്ങൾക്ക് മാക്സിമം കാണുന്ന പക്ഷം, അതായത് ഒരുപാട് പേർക്ക് അയക്കാനുള്ളത് കൊണ്ടാണ് ഇപ്പം പുതിയ മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് അതൊരു ലിസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ആളുകൾക്ക് അയച്ചു കൊടുക്കാറ്. അന്നേരം നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം യഥാസമയം കറക്റ്റായിട്ട് കിട്ടിയിരിക്കും. അത് ഒരുപാട് പേർക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.